സാമൂഹിക വ്യാവസായിക കലാമേഖലകളിൽ വികസനത്തിന്റെ സന്ദേശം നൽകുവാൻ സ്ത്രീകൾക്കും കഴിയണം. വീട്ടമ്മയായും ഭാര്യയായും ഉദ്യോഗസ്ഥയായും ഒതുങ്ങിക്കഴിയേണ്ടവർ മാത്രമല്ല സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ദർശനത്തോടെയുള്ള സ്വന്തം യത്നങ്ങൾ നാടിന്റെ വളർച്ചയ്ക്ക് സഹായകരമാകണമെന്ന സന്ദേശം നൽകുകയാണ് ഇവിടെ ഷീല കൊച്ചൗസേപ്പ്. ഒരു സംരംഭക മേധാവിയുടെ ഭാര്യയായി വീട്ടുമുറ്റത്തൊതുങ്ങാതെ സ്വന്തം മനസ്സിലെ കലാപരമായ ഭാവനകളെ വ്യത്യസ്ത വഴിയിലേക്ക് നയിച്ച് അതുവഴി മികവുറ്റ സ്ത്രീ കൂട്ടായ്മയിലൂന്നിയ വ്യാവസായിക സന്ദേശം വിളമ്പുകയാണ് ഷീല. മറ്റുള്ളവർക്ക് മാതൃകയും സ്ത്രീ ശാക്തീകരണത്തിന് ഉപോത്ബലകവുമാകുന്ന ആ സന്ദേശത്തിലേക്ക് നമുക്കുമുണ്ട് നാടിനെ മാറ്റാവുന്ന കരുത്ത്. നാഗരികതയുടെയും വികസനത്തിന്റെയും അതിവേഗ സഞ്ചാരത്തിലാണ് കൊച്ചി നഗരം. കേരളത്തിലെ ഈ വ്യാവസായിക നഗരം വളരുന്നതിനൊത്ത് അനുഭവ സന്ദേശം കൂടി നമുക്ക് പകരുകയാണ്. സ്മാർട്ട് സിറ്റിയും വല്ലാർപാടവും മെട്രോ റെയിലുമൊക്കെ യാഥാർത്ഥ്യത്തിന്റെ ചൂളം വിളിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് വ്യാവസായിക സംരംഭകർ മാത്രമല്ല. സാംസ്കാരിക രംഗത്തും കലാമേഖലയിലും വ്യാവസായിക രംഗത്തുമുള്ളവരുമൊക്കെ അതിന് ഒരുപോലെ പ്രേരക ശക്തിയായി തീരുന്നുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാടിന്റെ വികസനത്തിൽ സ്ത്രീകൾക്കും അവരുടേതായ പങ്ക് വഹിക്കുവാനുമുണ്ട്. അത്തരം പങ്കാളിത്തം മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്ര ചെന്ന് നിൽക്കുന്നത് വൈറ്റില ദേശീയപാതയ്ക്ക് സമീപം വ്യത്യസ്തതയുടെ മുഖപ്പുമായി നിൽക്കുന്ന ഈ ചിറ്റിലപ്പള്ളി വീട്ടിലേക്കാണ്. ഇവിടെ വീട്ടമ്മയുടെ ജോലികളുമായി ഷീല കൊച്ചൗസേപ്പ് ഒരു ദിനം തുടങ്ങുകയാണ് ചായക്കൂട്ടിലൂടെ. ഭർത്താവ് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി പുറത്ത് പ്രഭാത സവാരിയിലും. അരമണിക്കൂർ നടത്തം. സാധാരണ ദിനങ്ങളിൽ ഷീലയുണ്ടാകാറുണ്ടെങ്കിലും അടുക്കളയുടെ തിരക്ക് അവരെ ഇന്നു മാറ്റി നിർത്തിയിരിക്കുന്നു. പക്ഷേ കൊച്ചൗസേപ്പിന്റെ നടത്തം തീരുമ്പോഴേക്കും പതിവ് പൂന്തോട്ട പരിപാലനത്തിനായി ഷീല എത്തുകയാണ്. ഗ്രാമീണത, ബാല്യകാലത്തിൽ മനസ്സിൽ നട്ട ഹരിതഭംഗി എത്ര തിരക്കിലും ഇവിടെ ഷീല ഉപേക്ഷിക്കുന്നില്ല. നിറമഹിമയുള്ള പൂക്കളും ബോൺസായിയും ഓർക്കിഡുമെല്ലാം വളരുന്നതും വളർത്തുന്നതും ഒരു കലയായി തന്നെ ഷീല കാണുന്നു. അതിന് ഉത്സാഹം പകരുന്ന പിന്തുണയുമായി കൊച്ചൗസേപ്പ്. പക്ഷേ ഭർത്താവിന്റെ സംരംഭക മികവിനോടൊപ്പം കൈകോർക്കാതെ സ്വന്തം ഭാവനയെ വഴിതിരിച്ചുവിട്ട ഷീല ഇന്ന് കേരളത്തിന് ഒരു വ്യത്യസ്ത സന്ദേശം നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ വിപുലതയെക്കുറിച്ചുള്ള സന്ദേശം. ഈ ദിനത്തിരക്കിൽ നിന്നും അത് വ്യക്തമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യവും. കൊച്ചൗസേപ്പിന്റെ വായനയ്ക്ക് ചൂട് പകരാനാണ് കുളി കഴിഞ്ഞ് വേഷം മാറിയെത്തിയ ഷീലയ്ക്ക് ശ്രദ്ധ. പാലില്ലാത്ത ചായ, ഒപ്പം പത്രവിശേഷങ്ങളുടെ പങ്കുവയ്ക്കലും.
പിന്നെ പ്രാതലിന്റെ ജോലി തിരക്കാണ്. ഇവിടെ ലളിത ഭക്ഷണമാണ് പഥ്യം. പൂരവ് കുറുക്കിയതും നാടൻ പഴങ്ങളും. ഇരുവരും ലളിതാഹാരത്തിന്റെ തീന്മേശയിലായിട്ട് കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പ്രാതൽ കഴിഞ്ഞ് കൊച്ചൗസെ പോയി കഴിഞ്ഞാണ് ഷീലയുടെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. അതിനു മുമ്പ് പ്രിയപ്പെട്ട ഈ പെപ്പറിനുള്ള വാത്സല്യവും. ഈ വീടിന്റെ ചാരുത ഭാവനയിൽ വരച്ചു നൽകി അത് പ്രാവർത്തികമാക്കിയ ഷീലയുടെ കൈമുദ്രകൾ ഇവിടെ ഓരോ കോണിലും കാണാം. മാത്രമല്ല പൂക്കളോടും ചെടികളോടും ഈ വീട്ടുമൃഗങ്ങളോടും ഇടപഴകുന്നതിലും കാണാം. തികച്ചും ഗ്രാമീണ മേഖലയിൽ നിന്നും സാധാരണ വ്യവസായിയുടെ 12 മക്കളിൽ 11ാമതായി പഠിച്ചും കളിച്ചും വളർന്ന ഷീല സ്വന്തം ജീവിതം സ്വയം മെനഞ്ഞെടുക്കുകയായിരുന്നു. അതുതന്നെയാണ് അഭിമുഖത്തിൽ നമ്മോട് ആദ്യം പറഞ്ഞതും. മാം ഒരു ഗ്രാമീണ മേഖലയിലാണ് ജനിച്ചത്. അപ്പോൾ കുടുംബത്തെക്കുറിച്ചും കുട്ടിക്കാലത്തെ ഓർമ്മകളെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ? ഞാൻ ജനിച്ചത് വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് തൃശ്ശൂരിൽ നിന്ന് ഒരു 12 മൈൽ അകലെയുള്ളൊരു സ്ഥലമാണ്. ചെറിയൊരു വില്ലേജാണ്. പക്ഷേ കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അങ്ങനെ തീരെ ഒരു ബാക്ക്വേർഡ് വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല. അന്നേ അത് ഒരുവിധം കുറച്ചൊരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ചെറിയ ടൗണാണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. ഞങ്ങൾ ആലപ്പാട്ട് പാലത്തെങ്കിൽ തറവാടാണ്. ഞങ്ങൾ പിന്നെ 12 മക്കളായിരുന്നു. ഞാൻ 11ാമത്തെയാണ്. എനിക്ക് 15 വയസ്സായപ്പോൾ എൻ്റെ ഫാദർ മരിച്ചു. എവിടെയായിരുന്നു സ്കൂളിംഗ് ഒക്കെ, കോളേജ് പഠനകാലത്തെക്കുറിച്ചൊന്ന് പറയാം? ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. പക്ഷേ അപ്പർ പ്രൈമറി ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു ഇംഗ്ലീഷിനോടൊരു ഇഷ്ടവും. അന്ന് ഇംഗ്ലീഷ് മീഡിയം ഇല്ല. എന്നാൽ പോലും ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ഇംഗ്ലീഷ് പറയാനും ഇംഗ്ലീഷ് വായിക്കാനും അങ്ങനെയൊക്കെ അതിനോടൊരു ഇഷ്ടമുണ്ട്. പിന്നെ കോളേജിൽ പഠിക്കുന്നത് ഞാൻ പ്രീ ഡിഗ്രി സെൻറ്റ് മേരീസ് കോളേജിലാണ് 2 വർഷം. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്നപ്പോൾ വിമല കോളേജിലാണ് പോയത്. അപ്പോൾ അവിടെ ഏതെടുക്കണം എന്നൊക്കെ വന്നപ്പോൾ എനിക്ക് 2 പ്രാവശ്യം ചിന്തിക്കേണ്ടി വന്നില്ല ഹോം സയൻസ് എന്നുള്ളത്. ഹോം സയൻസ് തിരഞ്ഞെടുത്തത് ഒരു നേട്ടമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മാം? എനിക്ക് തോന്നുന്നു അന്ന് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് പെൺപിള്ളേരെ അങ്ങനെ ജോലിക്ക് വിടുക എന്ന് പറഞ്ഞൊന്നും വന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ജീവിതത്തിന് ഏറ്റവും നല്ലത് വേണ്ടത് ഹോം സയൻസ് തന്നെയാണ്, സംശയമൊന്നുമില്ല. പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ വിമലാലയത്തിലൊക്കെ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിനോട് പിന്നെയും ഇഷ്ടമാണ്. മാസ്റ്റേഴ്സിന് പോയില്ല, പക്ഷേ വിമലാലയത്തിൽ വന്ന് ഒരു 6 മാസം ഡ്രസ് മേക്കിംഗ് കോഴ്സ് ചെയ്തു. അങ്ങനെ അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ പറയുന്ന പോലെ കുറേ മക്കളുള്ളതുകൊണ്ട് കുറേ ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഉടുപ്പുകൾ തയ്ക്കുക, ഡിസൈൻ ചെയ്യുക, എന്തെങ്കിലും ഫംഗ്ഷൻ കല്യാണമൊക്കെ വരുമ്പോൾ അവർക്കുള്ളതൊക്കെ തയ്ക്കുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ചെറുപ്പത്തിലെ തന്നെ. ഹോക്കി പ്ലെയർ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച്? എൻ്റെ വീട്ടിലെല്ലാവരും ഷട്ടിലൊക്കെ കളിക്കും. അപ്പം കോളേജിൽ വന്നപ്പോൾ ഇതുപോലെ അവിടെ ഹോക്കി ടീമിനെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി. അങ്ങനെ സെലക്ഷൻ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഇൻ്റർ കോളേജിയറ്റ് കോമ്പറ്റീഷൻസിന് പോയി. ഇങ്ങനെ യൂണിവേഴ്സിറ്റി സെലക്ഷന് പോയി. യൂണിവേഴ്സിറ്റി സെലക്ഷൻ കിട്ടി. വിവാഹം കഴിഞ്ഞു, അദ്ദേഹം ബിസിനസ് പേഴ്സണായിട്ട് മാറി. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ മാം അദ്ദേഹത്തിൻ്റെ ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടാറുണ്ടായിരുന്നോ? അതിനെക്കുറിച്ചൊന്നും എനിക്ക് അധികം അറിയില്ല. ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുമില്ല.
കാരണം കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഗർഭിണിയായി. പിന്നെ പ്രസവം, കുഞ്ഞിനെ വളർത്തലും. അപ്പോൾ ആ കാലഘട്ടത്തിലൊന്നും ഞാൻ അങ്ങനെ ഇൻവോൾവ് ചെയ്തിട്ടുമില്ല, ചോദിക്കാറ് പോലും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞൊരു 10-15 വർഷത്തിന് ശേഷമാണ് ഒരു സംരംഭം തുടങ്ങണമെന്ന് മാം ആഗ്രഹിക്കുകയും അതിലേക്ക് വരികയും ചെയ്തത്. അപ്പോൾ അതിനൊരു തുടക്കം എന്തായിരുന്നു? അപ്പോൾ 95 ആ കാലഘട്ടമൊക്കെ ആയപ്പോൾ കുറേശ്ശെ ഇവിടെ ചുരിദാറൊക്കെ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി. അതുവരെ എപ്പോഴും സാരി മാത്രമേ ഇവിടെ ഉപയോഗിക്കുകയുള്ളൂ. അങ്ങനെ വന്നപ്പോൾ പലതും മേടിക്കുമ്പോൾ നമുക്ക് പറ്റിയ ഷേപ്പ്, കട്ടിങ് ശരിയല്ല, തയ്യൽ ശരിയല്ല, അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടാറ്. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് നല്ല കട്ടിങ്ങും നല്ല തയ്യലൊക്കെ ഉള്ള ഡ്രസ്സ് ഇറക്കി ആളുകൾ വാങ്ങിക്കില്ലേ. അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് വിസ്റ്റാർ തുടങ്ങാൻ കാരണം. കേരളത്തിലുള്ള കച്ചവടക്കാർ ശരിക്കും പറഞ്ഞാൽ അവർ ഡിസ്കറേജ് ചെയ്യുക ചെയ്തത്. കാരണം കേരളത്തിൽ നിന്ന് ഇന്നേ വരെ ഒരു സാധനം അങ്ങനെ വന്നിട്ടില്ല, വരും പിന്നെ അത് അപ്രത്യക്ഷമാവും, അതുകൊണ്ട് അത് വേണ്ട എന്നുള്ളിടത്തോളാണ് എല്ലാവരും എന്നെ ഉപദേശിച്ചത്. പക്ഷെ എനിക്ക് അങ്ങനെ പിന്മാറാൻ താല്പര്യമില്ലായിരുന്നു. എന്തായാലും ഞാൻ മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വയ്ക്കില്ല എന്നൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മുന്നോട്ട് വച്ച കാൽ പിന്നോട്ടില്ലെന്ന് അന്ന് ഉറപ്പിച്ച ഷീല സ്വജീവിതവും അധ്വാനവും മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമാക്കുക എന്ന വചനം മുറുകെ പിടിക്കുകയായിരുന്നു. ഇന്ന് തിരക്കിന്റെ വേളകളിലേക്ക് സ്വയം കടക്കുന്ന 2 പേരക്കുട്ടികളുടെ മുത്തശ്ശി കൂടിയായ ഷീല ഇനി ഓഫീസിലേക്ക് നീങ്ങുകയാണ്. വൈറ്റിലയിലെ ചിറ്റിലപ്പള്ളി വീട്ടിൽ നിന്നും കൊച്ചി നഗരഹൃദയത്തിലൂടെ ആലുവയിലേക്ക്. ഇവിടെയാണ് ഷീല സ്വപ്നം കണ്ട സ്വന്തം പദ്ധതിക്ക് രൂപവും ചിട്ടയും കൊടുത്തിരിക്കുന്നത്. ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ പതിവ് മേൽനോട്ടത്തിലേക്ക്. പരം പേർ പണിയെടുക്കുന്ന ഈ ഓഫീസിന് പുറമെ മധ്യകേരളത്തിലെ പല ഭാഗങ്ങളിലായി 2000-ഓളം സ്ത്രീകൾ കൂടി ജോലി നോക്കുന്നുണ്ട്. ഇവരെ ഏകോപിപ്പിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന രീതിക്കാണ് ഷീല എന്ന സ്റ്റാർ സംരംഭക മുൻതൂക്കം നൽകുന്നത്. തുടക്കം മുതൽ ഓരോ ഉൽപ്പന്നത്തിൻ്റെയും ഡിസൈനിങ്ങും ഫാഷനും കാലത്തിനൊത്ത ശൈലിയുമൊക്കെ തീരുമാനിക്കുന്നതും ഷീല തന്നെ. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്നത്തെ കാലത്ത് ഇറങ്ങുന്ന ചുരിദാർസിനെല്ലാം പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയി. സാധാരണ നമ്മൾ റെഡിമെയ്ഡ് ചുരിദാർ വാങ്ങിച്ച് റീസ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്ന ഒരു സമയത്താണ് നല്ല പാറ്റേണും ഡിസൈനുമായിട്ട് ഈ ബ്രാൻഡ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ മാഡം തന്നെയായിരുന്നു അതിൻ്റെ ഡിസൈനിങ്ങിൽ ഞാൻ ഇൻവോൾവ് ചെയ്തിരുന്നു. പിന്നെ ഡിസൈനിങ് എന്നുള്ളതിനേക്കാളും കൂടുതൽ അതിൻ്റെ പാറ്റേൺ, ഒരു ഡ്രസ്സ് ഇട്ട് അതിൻ്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കണം എന്നുള്ളത്, അതിലൊക്കെ ഞാൻ കുറേ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. സാധാരണ ഡ്രസ്സുകൾ വരുന്നത് അതിപ്പോൾ തയ്യലും കട്ടിങ്ങും ഒന്നും അറിയാത്ത ആളുകളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. വെറുതെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുക, ഉണ്ടാക്കുക, ഒരെണ്ണം വാങ്ങിക്കുക, അത് കോപ്പി ചെയ്ത് ഉണ്ടാക്കുക. അതല്ലാതെ ആ ഒരു ബോഡി ഷേപ്പ് അനുസരിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല. പ്രോപ്പർ ഒരു പാറ്റേൺ. ഇപ്പോൾ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോ ഡ്രസ്സുകൾ എടുത്താൽ അതിൻ്റെ കറക്റ്റ് അതിനൊക്കെ കാൽക്കുലേഷൻസ് ഉണ്ട്. ഇത്ര ഷോൾഡർ ആണെങ്കിൽ ഇത്ര ബസ്റ്റ്, ഇത്ര ഇറക്കം, സ്ലീവിൻ്റെ ഇറക്കം ഇത്ര, ആം ഹോളിൻ്റെ, അങ്ങനെയുള്ള യാതൊരു കണക്കുകളൊന്നും ഇല്ലാതെയാണ് ഇവിടെ ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടാണ് സത്യം പറഞ്ഞാൽ ചെയ്തത്. ഇപ്പോൾ ചുരിദാറിൻ്റെ ഒരു ബ്രാൻഡിൽ നിന്ന് മറ്റ് പ്രോഡക്റ്റുകളിലേക്ക് കടന്നത് എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ആശയം? ഡീലേഴ്സൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇന്നർ വെയർ ചെയ്തുകൂടെ? കാരണം അതിൽ ക്വാളിറ്റിക്ക് ഒരു വിലയുള്ള ഒരു പ്രോഡക്റ്റാണ്.
അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സെയിം ഷോപ്സാണ്, സെയിം പിന്നെ എക്സിക്യൂട്ടീവ്സിനെ ഉപയോഗിക്കാം, പിന്നെ തുണി എല്ലാം നമ്മുടെ ആ ലൈനിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇന്നർവെയറിലും കോംപ്രമൈസ് ചെയ്യാതെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെ സാധിച്ചു? നമ്മളൊരു കോംപ്രമൈസിന് ശരിക്കും പോകാൻ പാടില്ല. കാരണം നല്ല ക്വാളിറ്റിയുള്ള എലാസ്റ്റിക് ആയിരിക്കണം, ക്വാളിറ്റിയുള്ള തുണിയായിരിക്കണം. കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടൺ ആയിരിക്കണം. പലരും കോട്ടൺ 100% കോട്ടൺ എന്ന് എഴുതും, കോട്ടൺ ആയിരിക്കില്ല, കുറച്ച് പോളിസ്റ്റർ ഉണ്ടാവും. കാരണം പോളിസ്റ്റർ ചേർന്ന് കഴിഞ്ഞാൽ വില കുറയും. അതുപോലെ തന്നെ എലാസ്റ്റിക്കൊക്കെ ശരിക്കും ക്വാളിറ്റി ഒന്നുകിൽ ലൈക്ര അല്ലെങ്കിൽ പ്രോപ്പർ റബ്ബർ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളെ ഉപയോഗിക്കാവും. അങ്ങനെ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ജീവിതത്തിന്റെ കർമ്മകാണ്ഡം ആസ്വദിക്കുന്ന ഷീല ഈ വെല്ലുവിളി വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതും സാമൂഹ്യ ദർശനത്തോടെ നടപ്പാക്കുന്നതിലും വിജയിച്ചിരിക്കുന്നു. സ്ത്രീകളടക്കം 2000-ലധികം പേർ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്ന ഇവിടെ ഒരു സ്ത്രീ സംരംഭകയുടെ ദീർഘവീക്ഷണമാണ് തെളിയുന്നത്. മധ്യകേരളത്തിൽ വിവിധ ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വ്യത്യസ്ത ചെറിയ ചെറിയ യൂണിറ്റുകളിലായാണ് സ്ത്രീ കൂട്ടായ്മകൾ പണിയെടുക്കുന്നത്. നൽകുന്ന മാനദണ്ഡമനുസരിച്ചുള്ള ജോലികൾ പൂർത്തിയാക്കി ഇവിടെ തിരികെ എത്തിക്കുന്നു. അങ്ങനെ 2000-ൽ പരം കുടുംബങ്ങൾക്ക് കൂടി ഷീല പ്രചോദനമാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ ജോലിക്ക് എടുത്ത ഒരു 10 പേര് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നേരിട്ട് ഒരു 130 പേര് ഉണ്ട് ഈ സ്റ്റാറിൻ്റെ ശരിക്കും സ്റ്റാഫ്. പിന്നെ പ്രൊഡക്ഷനിൽ ഒരു 2000 പേരുണ്ട്. ഇപ്പോൾ 2000 പേര് പരോക്ഷമായിട്ട് തൊഴിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവരെ എങ്ങനെയാണ് ഇതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അത് നമുക്ക് സബ് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകളിലാണ് ഇവരൊക്കെ ജോലി ചെയ്യുന്നത്. അപ്പം അത് നോക്കുന്നത് മിക്കവാറും ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് തയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരേ യൂണിറ്റിൽ 50 പേര് 60 പേര് എല്ലാം പെൺപിള്ളേരാണ്, സിസ്റ്റേഴ്സാണ് അത് നോക്കുന്നത്. ഓഫീസിൽ മേധാവിയുടെ ചെയറിൽ മാത്രമല്ല, മറിച്ച് എല്ലാ മേഖലകളിലേക്കും സമയം കിട്ടുമ്പോഴൊക്കെ ഷീല കടന്നു ചെല്ലാറുണ്ട്. ഒപ്പം നിർദ്ദേശങ്ങളും. ഇതിനോടൊപ്പം ജീവനക്കാരുടെ നിർദ്ദേശങ്ങളിലും വിലയിരുത്തലുകളിലും കടന്നു ചെന്ന് കൂടുതൽ ജനകീയമാക്കുക കൂടിയാണ് ഷീല. അങ്ങനെ ജോലി തിരക്കുള്ള സംരംഭക മേധാവിയായ വീട്ടമ്മയാണെങ്കിലും വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളുമെല്ലാം ശ്രദ്ധിക്കുവാനും ഷീലയ്ക്ക് സമയം കിട്ടാറുണ്ട്. തിരക്കേറിയ ഒരു ബിസിനസ് പേഴ്സണാലിറ്റിയാണ് മാമിൻ്റെ ഭർത്താവ്. അപ്പോൾ ഈ ഒരു സംരംഭത്തിൽ എത്രത്തോളം പ്രോത്സാഹനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്? ഏത് ബിസിനസ് രംഗത്തായാലും ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതല്ലെങ്കിൽ പിന്നെ യുദ്ധവും വഴക്കൊക്കെ തുടങ്ങും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരുടെ സുഖസൗകര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ, അതിൽ നമ്മളൊരിക്കലും കോംപ്രമൈസിന് പോകരുത്. അവർക്ക് നേരത്തിന് ഭക്ഷണം, അല്ലെങ്കിൽ അവർ ജോലിക്ക് വരുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കഴിയുന്ന വീട്ടിലുണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ മാമിൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ബിസിനസ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങാതെ ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങിയതുകൊണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? അത് ഇപ്പോൾ ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ എനിക്കൊരു 4 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാം, വീട് വൃത്തിയാക്കാം, പിള്ളേരെ നോക്കാം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പോഴും ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ജോലി അവിടെ ഉണ്ട് നമുക്ക്. പക്ഷെ അത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ 2000 പേർക്ക് ജോലി കൊടുത്തു. അപ്പോൾ അത്രയും കുടുംബങ്ങളിൽ അത് മിക്കവരും ഈ വിവാഹം കഴിയാത്ത കുട്ടികളാണ്. അപ്പോൾ അവർ ആ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് അവരുടെ വിവാഹത്തിന് വേണ്ട സ്വർണ്ണം എടുക്കുകയും അങ്ങനെയൊക്കെ അത് വലിയൊരു കാര്യം തന്നെ. അതുകൂടാതെ നമുക്ക് നല്ലൊരു ബ്രാൻഡ് ഉണ്ടാക്കി എന്നുള്ളൊരു
മാമിൻ്റെ ഒരു പേഴ്സണാലിറ്റി എടുത്തു കഴിഞ്ഞാൽ വീട്ടമ്മയായിട്ടിരിക്കുന്നുണ്ട്, ബിസിനസ് സംരംഭം ഒരു നല്ല സംരംഭകയാണ്. അതോടൊപ്പം തന്നെ വീട്ടിലാണെങ്കിൽ ഗാർഡനിങ്, അതുപോലെ പെറ്റ്സിനെ വളർത്തുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, മൾട്ടി ടാലൻറ്റഡ് ആണ്, ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ജോലിക്ക് ഇല്ലാത്തപ്പോൾ എനിക്ക് സമയം പറഞ്ഞാൽ ഒന്നിനും സമയമില്ലായിരുന്നു. ഇപ്പം എനിക്ക് ഈ ഓഫീസ് ഇതൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് സമയം ബാക്കി പോലെ എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ലൈക്ക് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ വീട്ടിലെ ജോലി, അത് കഴിഞ്ഞ് ഓഫീസ് ജോലി, അങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ ഒരുപാട് സമയം ബാക്കിയാണ് ശരി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതെല്ലാം കലയുടെ ഒരു ഭാഗമാണ്. കുക്കിംഗ് ആണെങ്കിലും കലയാണ്, ഗാർഡനിങ് ആണെങ്കിലും കലയാണ്, ഉടുപ്പ് തയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ടാണ്, പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ അത് പാട്ട്, ഇതെല്ലാം പല ആർട്ട് ഫോംസാണ്. അപ്പോൾ ഇതിനോടൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സമയം ചിലവഴിക്കും. അത് പഠിക്കാൻ വേണ്ടി കുറേ മെനക്കെടും. പെയിൻറ്റിങ്ങൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് ശരിക്കും. അത്രയ്ക്ക് കണ്ണൊക്കെ പോവും. പക്ഷെ എന്നാലും അത് പഠിക്കണം, അത് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒന്നാമതൊരു ആഗ്രഹം തന്നെ അതൊക്കെ. ഇപ്പോൾ ചിത്രകാരികളെ നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് ആബ്സ്ട്രാക്റ്റ് ആയിട്ട് ഉള്ള ചിത്രങ്ങളായിരിക്കും ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഏത് തരം ചിത്രങ്ങൾ വരയ്ക്കാനാണ് മാമിന് ഇഷ്ടം? എനിക്കധികം നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പോൾ വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ കാട്, അല്ലെങ്കിൽ മരങ്ങൾ, പിന്നെ കുറച്ച് മോഡേൺ ഫോംസും ചെയ്യാറുണ്ട്. അതിലധികം ഞാൻ സ്ത്രീകളെയാണ് അധികം പെയിൻറ്റ് ചെയ്യാറ്, അല്ലെങ്കിൽ ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ ട്രീസ്, ഇതൊക്കെയാണ് എനിക്ക് അധികം ഇഷ്ടം. ഇനിയിപ്പോൾ ഇത്തരം പെയിൻറ്റിങ്സ് എല്ലാം കൂടി ഒരു എക്സിബിഷൻ നടത്താനോ, പെയിൻറ്റിങ് എക്സിബിഷൻ നടത്താൻ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? എക്സിബിഷൻ നടത്താൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ മിക്കവാറും 2013 വിചാരിച്ചു. അങ്ങനെ സംതൃപ്തമായ ഈ സംരംഭക മേധാവിയായ വീട്ടമ്മ വീട്ടുകാര്യങ്ങളിലും സജീവം തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ ഇന്റർനെറ്റിലൂടെ മക്കളും ചെറുമക്കളുമായി ഒരു സല്ലാപം. ഒപ്പം കൊച്ചോസേഫും അതിന് കൂട്ടിനായുണ്ട്. ഇരുവരും ഓഫീസ് കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും പങ്കുവയ്ക്കുന്നതും ഈ വേളയിൽ തന്നെയാണ്. എങ്കിലും വീട്ടമ്മയായി മാത്രം നിലനിൽക്കാതെ സമൂഹത്തിന് ഗുണപ്രദമായ ഒരു ജീവിതം നൽകുന്നതിലാണ് ഈ വനിത സന്തോഷം കൂടുതൽ കണ്ടെത്തുന്നത്. മാമിനെ പോലെയുള്ളവരുടെ ജീവിതം തീർച്ചയായിട്ടും സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്കായിട്ട് എന്ത് സന്ദേശമാണ് ഈ ജീവിതം കൊണ്ട് നൽകുന്നത്? ഒരുപാട് വീടുകളിൽ സ്ത്രീകൾ കാലത്ത് ഭക്ഷണം ഉണ്ടാക്കുക, കുക്കിംഗ് ചെയ്യുക, വൃത്തിയാക്കുക, അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ TV കാണുക, വായിക്കുക, അങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ വെറുതെ കളയുന്ന പോലെയും എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ 1-2 കുട്ടികളുണ്ടാവും. കുട്ടികൾ 5-6 ക്ലാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു ജോലിയൊന്നുമില്ല കുട്ടികളെ നോക്കുക എന്നത്. എല്ലാവരും എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ജോലി ചെയ്യണം. ഭർത്താവ് കുറേ സമ്പാദിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ചിലവാക്കി ഇങ്ങനെ വെറുതെ നടക്കാതെ നമ്മളാൽ കഴിയുന്നൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനും നമ്മുടെ വ്യക്തിത്വത്തിനെ ഇവിടെ ഒരുപാട് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതല്ലെങ്കിൽ നമുക്ക് 4 പേരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനോ ചെയ്യാനോ ഒന്നിനും നമുക്കൊരു കഴിവുണ്ടാവില്ല. ഇതൊക്കെ സെൽഫ് ഡെവലപ്മെൻറ്റിന് ഒത്തിരി സഹായിക്കും. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും വെറുതെ മടി പിടിച്ചിരിക്കാതെ അവനാൻ കഴിയുന്ന സാധനങ്ങൾ കുക്കിങ്ങായിട്ട് ചെയ്യാം, ബേക്കറികളിലേക്ക് സാധനം ഉണ്ടാക്കി കൊണ്ടുപോകാം, പിക്കിളുണ്ടാക്കാം, തയ്ക്കാം, ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യാം, ഗാർഡനിങ് ചെയ്യാം. ഒത്തിരി പേര് കഴിവുള്ളവരുണ്ട്, പക്ഷെ അതൊക്കെ പുറത്തെടുക്കാതെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വരെയുള്ള ജീവിതവും കരിയറും ഇങ്ങനെയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും സംതൃപ്തയാണോ? പൂർണ്ണമായിട്ടും. പ്രത്യേകിച്ച് ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതം വെറുതെ ഇങ്ങനെ ചോറും കറിയൊക്കെ വെച്ചിട്ട് ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാതെ പോയേനെ എന്ന് എനിക്ക് തോന്നുന്നു. അതെ, 2 തരത്തിലും സംതൃപ്തമായ ഈ പ്രതിഭ ഒരു വ്യത്യസ്ത മാതൃകയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് പകരുന്നത്. അതും സ്ത്രീകൾക്ക്. മാറ്റത്തിനൊത്ത് നമ്മുടെ നാടോടുമ്പോൾ ഇത്തരം പ്രതിഭകളുടെ കയ്യൊപ്പ് നാം ശ്രദ്ധിക്കാതിരുന്നുകൂടാ. ഒപ്പം അത് മാതൃകയാക്കാനും മടിക്കണ്ട.